അവിടുത്തെ ഒരു വ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടുത്തെ ഈ ഭാഗം, ഈ ചൂരൽമല ഭാഗത്ത് മാത്രമേ നമ്മളിപ്പോൾ എടുക്കാൻ പറ്റിയവർക്ക് എടുത്തിട്ടുള്ളൂ. അവിടുത്തെ ഒരു വ്യാപ്തി, കാരണം അവർക്ക് ആരും എത്താൻ പറ്റിയിട്ടില്ല. ഈ സമയത്താണ് ഇപ്പം ആളുകൾ അവിടത്തേക്ക് എത്തുന്നത്. അവിടെ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് പകുതി മണ്ണിൽ കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ രക്ഷപ്പെടുത്തുമ്പോൾ അവിടെ എത്തിയപ്പോൾ 3 ബോഡി വേറെ ഉണ്ടായി. അങ്ങനെ അത് അവരവിടെ തന്നെ വെച്ചു. ഇനി അത് അതിലെ കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഇതിൽ അത്രയും കുത്തൊഴുക്കിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല. ആ ആളെ പരിക്ക് പറ്റിയ ആളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ കുറെ ആളുകളുണ്ടോ അവിടെ? എത്ര പേരുണ്ടാവും? ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. ആസാമിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ലേബേഴ്സ്, അവിടെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. അത് എന്താണെന്ന് അവർ വ്യാപ്തി ഒന്നും മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ കുറെ ആളുകൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് ആളുകൾ ആ പ്രദേശങ്ങളിലുണ്ട്. അത് എത്രയാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇനിയും കണക്കുകളെ കുറിച്ച് ഒന്നും ആർക്കും തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇതിനുള്ളിൽ തന്നെ ഒരുപാട് ബോഡികൾ കിടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു ടെറസ് പൊളിച്ചിട്ട് വേറെ സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇല്ല, കമ്പിയെല്ലാം പൊളിച്ച് നോക്കുമ്പോൾ ഒരു കാല് കെട്ടി അവിടെ നിന്ന് 3 ബോഡി വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അമ്പി കിടക്കാണ്. ഇതെല്ലാം ഇനി പൊന്തിച്ച് JCB വെച്ച് പൊന്തിച്ച് പൊട്ടിച്ചെടുത്തിട്ട് വേണം നമുക്ക് നോക്കാം. അതിന് സമയങ്ങളെടുക്കും. കാരണം ഇറ്റാച്ചിക്കൊന്നും ആ പ്രദേശത്തേക്ക് എത്താൻ പറ്റില്ല. ജനറേറ്റർ അതുപോലെ സൗകര്യം, ഗ്രില്ലും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി കാര്യമായിട്ടുള്ള രീതിയിൽ ഇനിയിപ്പോൾ സമയങ്ങൾ ഒരുപാട് വൈകിട്ട്, പക്ഷേ വരും ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ വളരെ സമയം എടുത്തിട്ടാണ് മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ആളുകളെ കൊണ്ടുവരുന്നത്. പരിക്കേറ്റവരാണ്, ഇപ്പോൾ മരിച്ചവരാണെങ്കിൽ പോലും ഇത് വളരെ സമയമെടുക്കുന്നുണ്ട്. അത് ദുർഘടമാകുന്നത്, വൈകുന്നതൊരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ രാത്രി 2 മണിക്ക് സംഭവിച്ച കാര്യമല്ലേ. ഇപ്പം ഇത് രാവിലെ തന്നെ നേവി ഹെലികോപ്റ്ററായിട്ട് വരുന്ന അവർക്ക് കാലാവസ്ഥ അനുകൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഈ സംവിധാനത്തിലൂടെയാണ് ഇപ്പൊ എത്തിക്കുന്നത്. ഒരുപാട് സമയം വൈകി. വൈദ്യസഹായം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു വൈദ്യസഹായം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് വൈദ്യസഹായത്തിന്റെ ടീം അക്കരയ്ക്ക് കിടക്കുന്നത്. ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് അവിടുത്തെ ആളുകൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട പറയാൻ കഴിഞ്ഞത്. മുണ്ടക്കൈ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ ഇത് സംഭവിക്കാൻ? ആളുകൾ മാറി താമസിച്ചിരുന്നോ? ഇല്ല, പൊതുവെ ഈ പുത്തുമല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ഇങ്ങനത്തെ ഡേഞ്ചർ ഏരിയകളിൽ നിന്നൊക്കെ ആളുകൾ കുറെ, ഈ ഭാഗത്ത് തന്നെ കുറച്ച് ആളുകളൊക്കെ മാറി താമസിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും വലിയ ഈ ഭാഗത്തുനിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതെല്ലാം അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഒരു 100ഓളം വീടുകളിൽ നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ആളുകൾ സേഫ് ആണെന്ന് വിചാരിച്ചു. കാരണം പുഴ അക്കരെ കൂടെ എഴുതുന്നത്. ഇത് പുഴ പിന്നെ തിരിഞ്ഞ് 2 പുഴ മാറിയിട്ടാണ് ഈ ഭാഗത്ത് കൂടെ ഒഴുകിയത്. ഇത് ടൗണിലോട്ട് ഒഴുകി വന്നത്. ഒഴുകിയ സ്ഥലത്ത് ഏകദേശം 100ഓളം വീടുകളുണ്ട്. അതിൽ 100ഓളം വീടുകളിൽ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. കാരണം വീടുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. പാറയും കല്ലും മരങ്ങളും വന്ന് അടിഞ്ഞിട്ട് ആ രീതിയിലായിരിക്കുന്നത്. അവിടെ അത്രയും ഒരു ദയനീയ കാഴ്ചയാണ്. നിങ്ങൾ പോയി ഞാൻ പോയിരുന്നു. ഞാൻ മുകളിലുണ്ടായിരുന്നു. ആ പുള്ളിക്കാരെ രക്ഷപ്പെടുത്തുമ്പോൾ അവിടുന്ന് കൊണ്ടുപോയി അത് ആംബുലൻസ് കയറ്റുന്നവരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വെള്ളം വീണ്ടും പൊട്ടും എന്ന് പറഞ്ഞ് വെള്ളം കുറച്ച് ഫോഴ്സിൽ വന്നു. ആ സമയത്ത് എല്ലാവരും കൂടി വിഭ്രാന്തിയായി എല്ലാവരും കൂടി ഓടുന്ന ഒരു സമയം ഉണ്ടായി. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായി. കുറച്ച് ഫോഴ്സായിട്ട് വെള്ളം വന്നു. ആ സമയത്ത് കുറച്ച് ആശങ്ക ഉണ്ടായി. അപ്പം പ്രവർത്തകരെല്ലാം, രക്ഷാപ്രവർത്തകരെല്ലാം കുറഞ്ഞു മാറുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ സംഭവിച്ചുകൂടായില്ല. അപ്പം അതുകൊണ്ട് അവരൊരു സംരക്ഷണം വേണമല്ലോ. അപ്പോൾ ആ രീതിയിൽ സ്വയം എല്ലാവരും ഓടി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ മുണ്ടക്കൈയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ ഈ റോപ്പ് വഴിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററിന് കാലാവസ്ഥ പ്രതികൂലമാണ്, സാധ്യമല്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇതുവരെ പുറത്തെത്തിക്കാൻ? ഇല്ലില്ല, ഇവിടെ ലാൻഡിങ് സൗകര്യങ്ങളില്ല. അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഹെലികോപ്റ്റർ. അപ്പൊ എന്തായാലും ഇനി ഇതേ വഴിയുള്ളൂ. ഇനി വെള്ളത്തിന്റെ വോയിസ് കുറഞ്ഞാൽ വല്ല പാലമായിട്ടോ അങ്ങനെ എന്തെങ്കിലും സൗകര്യം താൽക്കാലിക നേവി അങ്ങനെ എന്തെങ്കിലും സംവിധാനിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നാലും ഇപ്പൊ കുറച്ച് നല്ല രീതിയിലാവുന്നുണ്ട് കാര്യങ്ങൾ, സ്പീഡാവുന്നുണ്ട്. അവരിപ്പോൾ വോട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുറച്ചും കൂടി സ്പീഡാവും കാര്യങ്ങൾ. നല്ല രീതിയിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും പ്രതീക്ഷ, അങ്ങനെ നാട്ടുകാർക്ക് പോലും അവരങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവർ ഇത്രയും കാലം വളരെ പറഞ്ഞതനുസരിച്ച് വളരെ പ്രകൃതി രമണീയമായിരുന്നു ഈ സ്ഥലം. കാരണം ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും പുഴ താഴേക്ക് വരുന്നു. കരകളിലുമായി നിരവധി ആളുകൾ ഈ താമസിക്കുന്നു, ചൂരൽമല പ്രദേശത്ത് താമസിക്കുന്നു. ഈ താമസിക്കുന്ന ഇടത്തേക്കാണ് 2 കൈവഴികളായി പിരിഞ്ഞ് ഈ പുഴ ഒഴുകിയത്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അവരെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആ ശ്രമം, ആ ദൗത്യമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.